ഹലോ ഫ്രണ്ട്സ്, മുത്തുമണികളെ ഫസ്ലാനക്കരാണ്. അപ്പോൾ നമ്മളില്ലേ ഇന്ന് കാണിക്കുന്നതല്ലേ, നമ്മളിപ്പോൾ പയറൊക്കെ നട്ടിട്ട് ഇപ്പോൾ നന്നായിട്ടൊക്കെ വളർന്നു വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് വെള്ളീച്ച, മുഞ്ഞ അങ്ങനത്തെ നിലവിലൊക്കെ ഇതിന് മുകളിൽ ആക്രമിക്കാൻ വരിക. അപ്പോൾ അതിനുള്ളൊരു വളക്കൂട്ടാണ്, ഒരു കീടനാശിനി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആ കീടനാശിനി പിന്നെ നമുക്ക് പയറിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ മത്തം നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തൻ്റെ വള്ളി നമ്മൾ സാമ്പിളായിട്ട് വെറുതെ നട്ടാക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് അതാ വള്ളി വീശിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഓലമാട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള വളം ഉണ്ടാക്കാനുള്ള കീടനാശിനി ഉണ്ടാക്കിയുള്ള നമുക്കില്ലേ അതൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടും ഇതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ കീടനാശിനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 സാധനം മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു ബാർ സോപ്പിൻ്റെ കഷ്ണം വേണം. ഒരു ചെറിയൊരു തിരുമണ സോപ്പുണ്ടല്ലോ, വേറെ അങ്ങനത്തെ സോപ്പിൻ്റെ ഒരു കഷ്ണം. അത്ര തോന്നെ വേണ്ട, ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ ചിരണ്ടെടുത്തിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു വലിയ ലിറ്റർ, നമുക്ക് എത്ര പോലെയാണ് നമുക്ക് കിടന്ന് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേപ്പെണ്ണ കേട്ടോ. വേപ്പെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. വേപ്പെണ്ണ തോനെ വേണ്ട, നമ്മളിത് പഴയ സ്റ്റോക്കുള്ള കാരണം നമ്മളിപ്പോൾ എടുത്താണ്. വേപ്പെണ്ണ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും. വേപ്പെണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഒരു പാക്കിന് നമ്മളിതൊരു 40 റുപ്യയായിട്ടാണ് മേടിച്ചത്. പാക്കറ്റായും കിട്ടും, പിന്നെ ചെറിയ ബോട്ടിലായിട്ടും കിട്ടും കേട്ടോ വേപ്പെണ്ണ. നമ്മളെ ഏരിയയിലൊക്കെ വേറെ പാക്കറ്റായിട്ട് കിട്ടല്. പിന്നെ നല്ല ക്വാളിറ്റിയിൽ നോക്കിയിട്ട് മേടിക്കാൻ ഏറ്റവും ബെറ്റർ വേപ്പെണ്ണൊക്കെ മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ 2 സാധനം വേണ്ടത്. അപ്പോൾ ആദ്യം സോപ്പ് ഇങ്ങനെ ചെറുങ്ങനെ ചുരണ്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളില്ലേ അത് ചെറിയൊരു കപ്പിൽ കുറച്ച് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ലേ നമ്മൾ രാവിലെ ഇട്ടുവെച്ചാണ്. അതേപോലെ നമ്മളിങ്ങനെ കുതിർത്തിട്ട് ഇതാക്കിയിട്ട് വെക്കണം. എന്നാൽ നമ്മൾ അലിയുള്ളൂ. നമ്മൾ വൈകിട്ട് നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 1 ലിറ്റർ കപ്പിക്ക് നമ്മൾ സോപ്പ് ലായനി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 10 ലിറ്റർ വെള്ളത്തേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ അധികം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് നമ്മൾ കപ്പായിട്ട് തന്നെ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വേപ്പെണ്ണ അതിലേക്ക് ഒഴിക്കണം. വേപ്പെണ്ണ നമ്മൾ ഏകദേശം ഒരു 10 ml ഒക്കെ എടുത്താൽ മതി. 10 ml, അതിൽ 5 ml 10 ml ആയിട്ട് നമ്മളിപ്പോൾ ഏകദേശം നമ്മളൊരു അടപ്പിലൊരു എടുക്കുന്നത് ഒരു 10 ml ആയിട്ടാണ് ഏകദേശം ഈ അടപ്പിലുള്ളത്. ഞങ്ങളിത് 10 ml ഏകദേശം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ സോപ്പ് ലായനും നമ്മളിപ്പോൾ ഇതും ഒഴിച്ചതിന് ശേഷം നമുക്കത് കുറച്ചും കൂടി കട്ടിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കട്ടി കുറക്കാം കേട്ടോ. ഓവർ കട്ടിയൊന്നും വേണ്ട സാധനത്തിന്. നമ്മൾ ആ വേപ്പെണ്ണയും ആ സോപ്പിൻ്റെ ചെറിയൊരു സ്മെല്ലും ഇതും കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളീച്ച, മുഞ്ഞ അങ്ങനത്തെ സാധനമൊക്കെ നന്നായിട്ട് നമ്മുടെ കൃഷി ഇതിൽ നിന്ന് പോയി കിട്ടും. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഇതാണ്. നമ്മൾ കൈകായിട്ട് സുഖമായിട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കുക. പിന്നെ വേപ്പെണ്ണ സ്മെല്ല് ചിലർക്ക് പറ്റില്ലെങ്കിൽ അപ്പോൾ കൈയിട്ട് ഇളക്കം വേണ്ട, ചെറിയ കൊള്ളിട്ട് തിളക്കാൻ മതിട്ടാ. നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മളിങ്ങനെ കൈ വെച്ച് തന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആ സ്പ്രേ പമ്പിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്പ്രേയിൽ നിറച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വൈകിട്ടാണ് ഏറ്റവും ബെറ്റർ കിട്ടുക. നമ്മൾ കീടനാശിനിക്ക് അടിക്കുമ്പോൾ അപ്പോൾ നേരത്തെ നമ്മൾ അടിക്കാൻ നോക്കുക. നമ്മൾ പമ്പിലേക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഹെയർ പമ്പ് ആട്ടണം. ഇതിൻ്റെ ഹെയറിൽ വന്നിട്ട് അടിക്കണം. നമ്മൾ നന്നായിട്ടത് ഹെയർ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറിക്കൊക്കെ അടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഇലഭാഗത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നമ്മളിതിൻ്റെ വെള്ളീച്ച, മുഞ്ഞ ഒക്കെ ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്താണ് ഇരിക്കുക.
ഒന്നായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ. ഇതൊന്നായിട്ട് നനയുന്ന രീതിയിൽ ഒന്നായിട്ട് സ്പ്രേ വെക്കുക. പിന്നെ ഇതിന് ചെറിയ മുഞ്ഞനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ചോണുറുമ്പ് പറയും, ചെറിയ ചോറുമ്പ്. ഇതിന് കൂടി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന് അങ്ങനെ ചെറുങ്ങനെ വരവ് തുടങ്ങിയിങ്ങനെ ചോണം വന്നു കഴിഞ്ഞാൽ എന്തായാലും മുഞ്ഞ ഉറപ്പായിട്ട് എത്തും. അപ്പോൾ അതിന് മുന്നത്തെ നമുക്കില്ല വേണ്ട. ഈ അയാളുടെ ചോട്ടിൽ ഇങ്ങനെ കാണണ്ടാണോ ക്യാമറയിൽ ഇതായി പോകണം. ചെറിയ ഉറുമ്പുകൾ. ഈ ഉറുമ്പുകളാണ് നമ്മുടെ പച്ചക്കറി, പയർ സാധനമൊക്കെ നശിപ്പിക്കാൻ പോണത് സാധനം. ഇവരാണ് ഇതിൻ്റെ സൂത്രക്കാർ. ഇവർ ഫുള്ളായിട്ട് ഇങ്ങനെ എവിടെ നിന്നൊക്കെ മുന്നുള്ളത് അവിടെ നിന്നൊക്കെ പറിച്ച് തന്നിട്ട് നമ്മൾ ചെടിയിൽ നന്നായിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ വിട്ട് നമ്മൾ പയർച്ചെടിയും എന്ത് മുളകാണ് എന്താണുള്ളത് ഒക്കെ നശിപ്പിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കൃഷി വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടത്. ബൈ.